വേഗം വരുമെന്നാഥൻ ദേഹം പുതുതാക്കിടാൻ. നമ്മുടെ കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണെന്ന്. ഏവർക്കും തിരുനാളിൻ്റെ മംഗളാശംസകളും പ്രാർത്ഥനകളും ഏറെ സ്നേഹപൂർവ്വം നേരുന്നു. സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പ് യേശു തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ ബഥനിയയിലേക്ക് കൊണ്ടുപോയി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. ബഥനിയ നമുക്ക് വളരെ സുപരിചിതമായ ഒരിടമാണ്. ലാസറിനെയും മറിയത്തെയും മാർത്തയെയും യേശു സ്നേഹിച്ചതും അവരുടെ ഭവനത്തിൽ സന്ദർശിച്ചതുമൊക്കെ ബഥനിയയിലാണെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതിനേക്കാളും ഉപരി ബഥനിയ മറ്റൊരു കാര്യത്തിൽ വളരെ സുപരിചിതമാണ് നമുക്ക്. യേശു തൻ്റെ കഴുതപ്പുറത്തുള്ള യാത്ര ആരംഭിക്കുന്നത് ബഥനിയയിൽ വെച്ചാണ്. ഓശാന ഞായറാഴ്ച ആ കഴുതപ്പുറത്ത് നിന്നാണ് യേശു ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നത്. ജെറുസലേം പ്രവേശനം നടത്തിയത് ബഥനിയയിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ സുപ്രധാനമായ ഒരു യാത്ര തുടങ്ങിയത് ബഥനിയയിൽ വെച്ചാണ്. യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും അധികം ക്രിട്ടിക്കൽ സ്റ്റേജ് തുടങ്ങുന്നത് ബഥനിയയിൽ വെച്ചാണ്. അങ്ങനെ ആ ബഥനിയ എല്ലാം കൊണ്ടും ഒരു അവസാനത്തതിന് തുടക്കം കുറിക്കുന്ന ഇടമാണ്. അങ്ങനെയാണെങ്കിൽ യേശു വീണ്ടും തൻ്റെ ശിഷ്യന്മാരെ കൊണ്ടുവന്നത് ബഥനിയയിലാണ്. എല്ലാത്തിനും അവസാനം കുറിക്കുന്നൊരിടം, പക്ഷെ അതൊരു പുതിയ തുടക്കമാണ്. അങ്ങനെ അതേ ഇടത്ത് വെച്ച് യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടാൻ പോകുന്നു. അങ്ങനെ ബഥനിയയിൽ കൊണ്ടുവന്നു എന്നത് തന്നെ എല്ലാ അവസാനത്തിനും ഒരു തുടക്കമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് സുവിശേഷത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജെറുസലേം പ്രവേശനം എല്ലാത്തിൻ്റെയും അവസാനമാണെന്ന് മനുഷ്യരെല്ലാം കരുതിയപ്പോൾ അതെല്ലാത്തിനൊരു തുടക്കമായിരുന്നു. ആ തുടക്കം മനുഷ്യർ ചിന്തിക്കുന്നതിനപ്പുറമായിരുന്നു. അതേ കണക്കാണ് ഇപ്പോൾ യേശു വീണ്ടും ബഥനിയയിൽ വന്ന് നിൽക്കുന്നത്. എല്ലാത്തിനും അവസാനമെന്ന് മനുഷ്യരിങ്ങനെ വിധിയായി നിൽക്കുന്ന അവസരത്തിൽ അതൊരു പുതിയ തുടക്കമാണ്. സഹായകനെ നൽകി സഭയ്ക്കും ലോകത്തിനും പുതിയൊരു കാഴ്ചപ്പാടും പുതിയൊരു ദിശയും നൽകിയ ദൈവത്തിൻ്റെ ഇടപെടൽ. അങ്ങനെ ഒരു ഇടപെടൽ ആരംഭിക്കുന്നത് വീണ്ടും ബഥനിയയിൽ വെച്ചാണ്. അങ്ങനെ ബഥനിയ എല്ലാം കൊണ്ടും ഓർമ്മിപ്പിക്കുന്നത് എല്ലാത്തിനും അവസാനിക്കുന്നിടത്തൊരു തുടക്കമുണ്ട് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഓരോ മനുഷ്യജീവിതത്തിൻ്റെയും സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ ഒരു സ്വർഗാരോഹണമാണ്. നമ്മളെല്ലാം അവസാനിക്കുന്നതെന്ന് വിധി എഴുന്നിടത്ത്, ഇനി ഒരു സാധ്യതയില്ല എന്ന് തിരിച്ചറിയുന്നിടത്ത് ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല എന്ന് ഉറപ്പിക്കുന്നിടത്ത്, ഇനി ജീവിതത്തിന് ഒരു പ്രത്യാശയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത് ദൈവം തൻ്റെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോകുന്നു. ഇതാണ് ഈ ഒരു നാളിൻ്റെ പ്രത്യേകത. സ്വർഗാരോഹണം ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടമായിരുന്നുവെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൻ്റെ സാധ്യതയാണ്. ക്രിസ്തു ബഥനിയയിൽ തൻ്റെ ജീവിതത്തിൻ്റെ അവസാനമെന്നോളം ആദ്യം കുറിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഒരു ബഥനിയയിൽ നിൽക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ എല്ലാവരും അവസാനിച്ചു എന്ന് ചിന്തിക്കുന്നിടത്തു നിന്ന് പുതിയൊരു തുടക്കം ആരംഭിക്കാൻ ഇന്നത്തെ ദിവസം തന്നെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യേശു സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ ലൂക്കാസ് സുവിശേഷകൻ അനുസരിച്ച് അവൻ കരങ്ങളുയർത്തി അവരെ ആശീർവദിച്ചുകൊണ്ട് മുകളിലേക്ക് പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്. ലൂക്കാസ് സുവിശേഷകൻ ഇവിടെ മാത്രമാണ് ഇങ്ങനെ ഒരു പ്രസൻറ്റേഷൻ നൽകിയിരിക്കുന്നത്. അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുമ്പോൾ ബ്ലസ് ചെയ്തുകൊണ്ടാണ് പോയത്. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കൃത്യമായിട്ട് കാണുന്നത് ഒരു ദിവ്യബലി മധ്യയാണ്. ദിവ്യബലി മധ്യേ പുരോഹിതൻ തൻ്റെ ജനത്തെ ബ്ലസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അവസാനത്തെ സാഘോഷമായ ബ്ലെസ്സിങ്ങോടുകൂടിയാണ് ഒരു ദിവ്യബലി അവസാനിക്കുന്നത്. ക്രിസ്തു ഇവിടെ ബ്ലസ് ചെയ്തുകൊണ്ടാണ് തൻ്റെ ദൗത്യവും പൂർത്തീകരിച്ച് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുന്നത്. കാര്യങ്ങൾക്ക് ഒരു സിമിലാരിറ്റി തോന്നില്ലേ? അതായത് ഇനി ആ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. ഇനി ആ ബ്ലെസ്സിങ്ങോട് കൂടിയാണ് നിങ്ങൾ ധൈര്യപൂർവ്വം യാത്ര ചെയ്യേണ്ടത്. ഒരു ദിവ്യബലി കഴിയുമ്പോൾ ആ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും അവസാനം ആ ബ്ലെസ്സിങ് ആണ് പിന്നീട് നമുക്ക് ലഭിക്കുന്ന ഒരു ഊർജ്ജം. ഉള്ളിൽ ക്രിസ്തുവിനെ സൂക്ഷിച്ച മനുഷ്യർക്ക് പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഒരു ബ്ലെസ്സിങ്ങിന് സാധിക്കും. ആ ഒരു സാധ്യത ആദ്യം തുറന്നിരുന്നത് നിത്യപുരോഹിതനായ ക്രിസ്തുവാണ്. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇത് ആദ്യമൊന്നുമല്ല. നമ്മൾ പഴയ നിയമത്തിലെടുത്ത് നോക്കുകയാണെങ്കിൽ മോശയും അഹ്റോനൊക്കെ ജനത്തെ ആശീർവദിക്കുന്നത് കരങ്ങളുയർത്തിയാണ്. പിന്നീട് എല്ലാ പുരോഹിതന്മാരും കരങ്ങളുയർത്തി ജനങ്ങളെ ആശീർവദിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഏറ്റവും അവസാനമായിട്ട് ഈ ഭൂമിക്ക് എന്നേക്കും നിലനിൽക്കാനും മുന്നോട്ട് നയിക്കാനായിട്ട് നിത്യപുരോഹിതനായ ക്രിസ്തു ശിഷ്യന്മാരെ ആശീർവദിച്ചുകൊണ്ട് അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകും. ഈ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആശീർവദിക്കപ്പെടണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവ്യബലിക്ക് ഏറ്റവും അവസാനം പുരോഹിതൻ കരങ്ങൾ ഉയർത്തി ജനങ്ങളെ ആശീർവദിക്കുമ്പോൾ അത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നുള്ള ഒരു ആശീർവാദമാണ്. ആ ആശീർവാദത്തിന് നമ്മളെ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോകാനും നയിക്കുവാനും പ്രത്യാശയോടും കൂടി ജീവിക്കുവാനുള്ള പ്രേരണ നൽകും. അത് നമ്മൾ കാണുന്നത് ഇന്ന് സുവിശേഷത്തിലാണ്. അവർ അത്യധികം ആനന്ദത്തോടെ ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നമ്മൾ വചനത്തിൽ വായിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ശിഷ്യന്മാർക്ക് ഈ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ പവറിൽ അവർക്ക് ലഭിച്ചത് ഹാപ്പിനെസ്സാണ്, എറ്റേണൽ ബ്ലിസ്സാണ്. ഈ സന്തോഷം കൊണ്ട് പിന്നെ അവർ മുന്നോട്ട് പോയി. ഈ സന്തോഷം അവരെ ദൈവത്തെ സ്തുതിക്കുവാനും അവർ പിന്നീട് ഈ ദൈവവുമായി ചേർന്ന് നിൽക്കാനുള്ള ഒരു പ്രേരണ നൽകും. നമ്മുടെ ഈ ജീവിതത്തിൽ ഇങ്ങനെ ബ്ലെസ്സിങ് ലഭിച്ചതിന് ശേഷം നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട ഒരു സന്തോഷമാണ്. ഒരു ദിവ്യബലിക്ക് ശേഷം നമ്മൾ ഈ ദേവാലയം വിട്ടിറങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ഈ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്കും വേദനയിൽ നിന്നും ആനന്ദത്തിലേക്കും സങ്കടങ്ങളിൽ നിന്ന് സന്തോഷങ്ങളിലേക്കുമുള്ള ഒരു യാത്രയാണ്. പിന്നീട് നമ്മുടെ പഴയ ഓർമ്മകളോ ദുഃഖങ്ങളോ ഒന്നും നമ്മൾ അലട്ടാൻ പാടില്ല. ഒരു ദിവ്യബലിക്ക് പങ്കെടുത്ത ശേഷം തിരിച്ചു പോകുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് ആ ആശീർവാദം വാങ്ങിച്ച് നമ്മൾ ഇറങ്ങുമ്പോൾ പിന്നീട് അത് നമ്മുടെ ഇല്ല. പിന്നീട് എല്ലാം വഹിക്കാൻ തക്ക വിധത്തിൽ അവൻ്റെ മുഖം വലുതാണെന്നൊരു ഓർമ്മയിൽ നമ്മളൊക്കെ പുറത്തു പോകണം. കുടുംബത്തിൻ്റെ ഭാരവും ജീവിതത്തിൻ്റെ വ്യഗ്രതകളും സങ്കടങ്ങളൊക്കെ നമ്മൾ അൾത്താരയിൽ സമർപ്പിക്കുമ്പോൾ ആ ആശീർവാദം ലഭിച്ച് നമ്മൾ ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ച പോലെ സന്തോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു സന്തോഷം കൂടുതൽ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നൽകും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശു എന്നടിസ്ഥാനം ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കണ്ടേ ഞാനും.
വാക്കുകളാൽ